ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. വലിയ മെനക്കേടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത സേമിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ വറുക്കാത്ത സേമിയ അതുപോലെ ചേർത്ത് കൊടുത്തിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്രയാണോ സേമിയ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വേവിച്ച് അതിലെ വെള്ളമൊക്കെ വറ്റി സേമിയ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് സേമിയ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. കൂടെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടിക്ക് പകരം ഞാനിപ്പോൾ ഒരു 3 ഏലക്കായ നന്നായിട്ടൊന്ന് കുത്തിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. കൂടെ തന്നെ 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി പാൽ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മുട്ട മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പാൽപ്പൊടിയും ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് സേമിയ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാകും, കാരണം വറുക്കൊന്നും ചെയ്യാതെ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിലേക്ക് ഈ ഒരു മുട്ടയുടെ മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ആ ഒരു കട്ടൊക്കെ ഒന്ന് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നട്ട്സ് എടുക്ക് കടിക്കാനുണ്ടായാൽ നല്ലൊരു ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പ് ഏകദേശം ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സേമിയയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ഒന്ന് വിതറി കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടുന്നുണ്ട്. മുട്ടയൊക്കെ ഉള്ളത് കാരണം പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റ് വെന്ത് നല്ല കറക്റ്റ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു നെയ്യ് സ്പ്രെഡ് ആക്കിയിട്ടുള്ള വേറൊരു പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, അങ്ങനെയും കഴിക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് വേവിച്ചെടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.